My dear students, welcome back to our channel. I hope all are keeping well. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ എന്താണ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ 3 വീഡിയോകളിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക്, ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ ഒരു ബാല്യകാല സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ട് ഒരു ചടങ്ങിൽ വെച്ച് കണ്ടുമുട്ടുക എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഉറപ്പില്ല നമ്മുടെ ആ ബാല്യകാല സുഹൃത്ത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന്. നമുക്കൊരു സംശയം. അപ്പം ആ സുഹൃത്ത് തന്നെയാണോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആ സുഹൃത്തിൻ്റെ ചില സവിശേഷതകൾ, ചില പ്രത്യേകതകൾ, ചിലപ്പോൾ നോട്ടമാകാം, ചിലപ്പോൾ സംസാരമാകാം, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവമാകാം, ചിരിയാകാം, ഇതൊക്കെ നമ്മുടെ ഈ മുന്നിലുള്ള ഈ വ്യക്തിക്ക് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കും. പരിശോധിച്ച് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ആ ബാല്യകാല സുഹൃത്തിൻ്റെ പെരുമാറ്റ രീതികളും സംസാരവും ചിരിയും ഒക്കെയാണ് ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കും അവൻ തന്നെയാണ് ഇവൻ, അല്ലെങ്കിൽ അവൾ തന്നെയാണ് ഇവൾ. നമ്മൾ ഉറപ്പിക്കും, നമ്മൾ അവനോട് കയറി മുട്ടി സംസാരിക്കും. ഇനി നമ്മുടെ ആ ബാല്യകാലത്തുള്ള സുഹൃത്തിൻ്റെ സ്വഭാവം, ഗുണങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വന്ന വ്യക്തിക്ക് ഇല്ല എങ്കിൽ നമ്മൾക്ക് തോന്നും നമ്മൾക്ക് അബദ്ധം പറ്റിയതാണ്, ആ വ്യക്തിയല്ല ഈ വ്യക്തി. നമ്മൾ എന്തു ചെയ്യും? അത് അയാളെ അവോയ്ഡ് ചെയ്ത് നമ്മൾ നമ്മളുടെ വഴിക്ക് പോകും. ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? ഇതുപോലെ തന്നെ ചില മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ചില സബ്ജക്റ്റുകളുടെ സ്വഭാവം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ അതിൻ്റെ സ്വഭാവങ്ങളുണ്ട്, അതിൻ്റെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് അവർ മാനേജ്മെൻറ്റിനെ ആ ഒരു സബ്ജക്റ്റായിട്ട് കണക്കാക്കാറുണ്ട്. അതായത് ചില മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ ഇപ്പം ആർട്ട്, കലയുടെ സവിശേഷത എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് മാനേജ്മെൻറ്റിനുണ്ടെങ്കിൽ അവർ പറയും മാനേജ്മെൻറ്റ് ആർട്ടാണ്. സയൻസിൻ്റെ പ്രത്യേകതകൾ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ പറയും മാനേജ്മെൻറ്റ് സയൻസ് ആണ്. അതുപോലെ തന്നെ പ്രൊഫഷൻ്റെ പ്രത്യേകത മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ പറയും മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ്. പക്ഷേ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളത് മനസ്സിലാക്കാൻ പോവുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണ്? സയൻസിൻ്റെ ആണോ, ആർട്ടിൻ്റെ ആണോ, പ്രൊഫഷൻ്റെ ആണോ? അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്നാണ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ കണ്ടു കഴിഞ്ഞു there are different views regarding the nature of management. Some people argue that management is an art, while some others say it's a science. Another view is that management is a profession. അപ്പോൾ മാനേജ്മെൻറ്റ് ആർട്ടാണെന്നും സയൻസ് ആണെന്നും പ്രൊഫഷൻ ആണെന്നും പല ആൾക്കാരും പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് മാനേജ്മെൻറ്റ് സയൻസ് ആണോ, ആർട്ടാണോ, പ്രൊഫഷനാണോ എന്ന്. അപ്പം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു ആർട്ട് ആണോ? മാനേജ്മെൻറ്റ് ആർട്ടാണോ എന്ന് മനസ്സിലാക്കുന്ന മുമ്പ് വി ഷുഡ് നോ വാട്ട് ഈസ് ആൻ ആർട്ട്. എന്താണ് ആർട്ട് എന്ന് പറഞ്ഞാൽ, കല എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ട് മീൻസ് സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിൽ അപ്ലൈ ചെയ്യുക, അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് പഠിച്ചു. മ്യൂസിക് പഠിച്ച കാര്യം നമ്മൾ നമ്മളുടേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആർട്ടായി മാറി. ഡാൻസ് പഠിച്ചു. ഡാൻസ് പഠിച്ച കാര്യം നമ്മൾ നമ്മളുടേതായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആർട്ടായി മാറി. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് അതാണ്. ഇനി നമ്മൾ ആർട്ടിന്റെ സവിശേഷത എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പോവുകയാണ്. ആർട്ടിന്റെ ഒന്നാമത്തെ സവിശേഷത എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്. എല്ലാ ആർട്ട് രൂപങ്ങൾക്കും തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. തിയറിറ്റിക്കൽ നോളജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ കലാരൂപത്തിൻ്റെയും ചില പ്രഗത്ഭരുണ്ട്. ആ പ്രഗത്ഭരുടെ ചില തിയറീസ്, ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ രചനകൾ ഈ ആർട്ടിന് ആധാരമാണ്. ഈ തിയറീസിനെ, ഈ പ്രിൻസിപ്പിൾസിനെ
ഈ രചനകളെയാണ് നമ്മൾ തിയറിറ്റിക്കൽ നോളജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തിലെ ഒരു വലിയൊരു ശാഖ തന്നെയാണ്. ഈ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുപാട് രചനകൾ, ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള തിയറീസ് ഉള്ളത് കൊണ്ടാണ്, ഇത്തരത്തിലുള്ള രചനകൾ ഉള്ളത് കൊണ്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് ഒരു ആർട്ട് രൂപമായി മാറിയത്. ആർട്ടിന്റെ രണ്ടാമത്തെ സവിശേഷത പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ആർട്ടിന് അറിവിൻ്റെ ഒരു ശേഖരമുണ്ട്, അല്ലെങ്കിൽ കുറേ എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എല്ലാവരും പഠിക്കുന്നു. ആർട്ട് ഫോം പഠിക്കുന്ന ആൾക്കാരെല്ലാം അത് പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം അവർ അത് ഉപയോഗിക്കുന്നത് ഒരേ രീതിയിലല്ല, അത് വ്യത്യസ്ത രീതിയിലാണ്. ഓരോരുത്തരും അവരവർക്ക് അനുയോജ്യമായ രീതിയിൽ അത് അപ്ലൈ ചെയ്യുന്നു, അവരുടേതായ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. ഉദാഹരണം പറയാം. ഇപ്പം ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും, രണ്ട് ന്യൂ ജനറേഷൻ ആക്ടേഴ്സ്. ഇവർ രണ്ടുപേരും ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പഠിച്ച കാര്യങ്ങൾ ഒരേപോലത്തെ കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇവർ അപ്ലൈ ചെയ്യുന്നത് ഒരേ രീതിയിലാണോ? അതായത് ദുൽഖർ സൽമാന്റെയും ഫഹദ് ഫാസിലിന്റെയും ആക്ടിങ്, അവർ പഠിച്ച കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അത് ഒരേപോലെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ അഭിനയം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇതാണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ നമ്മളുടേതായ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു. എല്ലാ ആർട്ട് ഫോം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു നൃത്ത വിദ്യാലയത്തിൽ പോയിട്ട് രണ്ട് കുട്ടികൾ ഡാൻസ് പഠിച്ചു എന്ന് വിചാരിക്കുക. ആ രണ്ട് കുട്ടികളും പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് അവരുടേതായ രീതിയിലായിരിക്കും, ഒരേപോലെ ഇരിക്കത്തില്ല. അതിനെയാണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാ ആർട്ട് ഫോമുകളും ഇത്തരത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓരോ ആൾക്കാരും, പഠിച്ച വ്യക്തികൾ പേഴ്സണലൈസ്ഡ് രീതിയിലാണ്, അവരുടെ വ്യക്തിപരമായ രീതിയിലാണ് അവർ അത് അപ്ലൈ ചെയ്യുന്നത്. ആർട്ടിന്റെ അടുത്ത സവിശേഷത, എല്ലാ ആർട്ട് ഫോമും ബേസ് ചെയ്തിരിക്കുന്നത്, അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പ്രാക്ടീസിലും ക്രിയേറ്റിവിറ്റിയിലുമാണ്. നമ്മളൊരു ആർട്ട് ഫോം പഠിച്ചത് കൊണ്ടായില്ല, അത് നിരന്തരം പരിശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പരിശീലിച്ചുകൊണ്ട് മാത്രം പോരാ, അത് ക്രിയേറ്റീവായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകത്തുള്ളൂ. അപ്പോൾ എല്ലാ ആർട്ട് ഫോമിൻ്റെ പ്രത്യേകതയാണ് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും അത് ക്രിയേറ്റീവായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആർട്ടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പ്രത്യേകത എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്, രണ്ടാമത്തത് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ, മൂന്നാമത്തത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ പ്രത്യേകതകൾ മാനേജ്മെന്റിനുണ്ടോ. ഒന്നാമത്തെ പ്രത്യേകത എടുത്ത് നമ്മൾ പരിശോധിക്കാം, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്. ആർട്സിലെ എക്സ്പേർട്ടുകൾ കുറേ പ്രിൻസിപ്പിൾസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ ചില തത്വങ്ങളുടെ ഒരു അറിവിൻ്റെ ശേഖരമുണ്ട്. മാനേജ്മെന്റിൽ അത്തരത്തിലുണ്ടോ? തീർച്ചയായും മാനേജ്മെന്റിലും കുറേ മാനേജ്മെന്റ് തിങ്കേഴ്സ്, മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഉണ്ട്. അതിൻ്റെ പുസ്തകങ്ങൾ വരെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാനേജ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്നത് വരെ. ഇപ്പോൾ മാനേജ്മെന്റിനും തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, ആർട്ടിന്റെ ഒന്നാമത്തെ സവിശേഷത മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സവിശേഷത പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഇത് മാനേജ്മെന്റിനുണ്ടോ? നമുക്കറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞു, മാനേജ്മെന്റിന് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. കുറേ ആൾക്കാർ തയ്യാറാക്കിയ ചില പ്രിൻസിപ്പിൾസും ടെക്നിക്സും, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും ടെക്നിക്കും ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസും ടെക്നിക്സും പഠിച്ച, മനസ്സിലാക്കിയ മാനേജേഴ്സ്, ഓരോ മാനേജേഴ്സും അവരുടേതായ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, ആർട്ടിന്റെ രണ്ടാമത്തെ സവിശേഷതയും മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ആർട്ടിന്റെ മൂന്നാമത്തെ സവിശേഷത നമുക്ക് എടുത്തു നോക്കാം, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. എല്ലാ ആർട്ട് ഫോമുകളും പ്രാക്ടീസിലും ക്രിയേറ്റിവിറ്റിയിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണോ മാനേജ്മെന്റ്? നമുക്ക് പറയാൻ കഴിയും, എല്ലാ മാനേജേഴ്സും പഠിച്ച കാര്യങ്ങൾ, പഠിച്ച പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള അറിവുകൾ അവർ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്,
അവരത് അപ്ലൈ ചെയ്യുന്നത് ക്രിയേറ്റീവായ രീതിയിലാണ്. അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് അവരുടെ ഇന്നോവേറ്റീവായ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ അവർ അപ്ലൈ ചെയ്യുന്നു. നിരന്തരം അവർ ജോലി സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അക്കാരണത്തിൽ നമുക്ക് പറയാം മൂന്നാമത്തെ സവിശേഷത, ആർട്ടിൻ്റെ മൂന്നാമത്തെ സവിശേഷതയായ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി മാനേജ്മെൻറ്റിനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ആർട്ടിൻ്റെ 3 സവിശേഷതകളും മാനേജ്മെൻറ്റിനുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ആർട്ടാണോ? തീർച്ചയായും മാനേജ്മെൻറ്റ് ആർട്ടാണ്. മാനേജ്മെൻറ്റ് ആർട്ടാകാൻ കാരണം ആർട്ടിൻ്റെ എല്ലാ സവിശേഷതകളും മാനേജ്മെൻറ്റിനുള്ളത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റ് സയൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ എന്താണ് സയൻസ്, സയൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻസ് സെർട്ടൻ ജനറൽ ട്രൂത്ത്സ്. ചില സത്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു അറിവിൻ്റെ ശേഖരത്തെയാണ് നമ്മൾ സയൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സത്യങ്ങൾ വിശദീകരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു സാധനം മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴുന്നു. അതൊരു സത്യമായ കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് സയൻസിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു അറിവിൻ്റെ ശേഖരമാണ് സയൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിനി സയൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം. സയൻസിൻ്റെ ഒന്നാമത്തെ സവിശേഷത സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് പറയുന്നത് അതിൽ അറിവിൻ്റെ ശേഖരം ഉണ്ട്. അറിവിൻ്റെ ശേഖരം എന്ന് ഉദ്ദേശിക്കുന്നത് സയൻസിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങൾ അടങ്ങിയ അറിവിൻ്റെ ഒരു ശേഖരമാണ് സയൻസ്. ഈ തത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഈ തത്വങ്ങൾ കാണിച്ചിരിക്കും. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ ആപ്പിള് താഴേക്ക് വീഴുന്നു. ആപ്പിള് താഴേക്ക് വീഴുക എന്ന് പറയുന്ന കാര്യം സംഭവിക്കാൻ ഒരു കാരണമുണ്ട്. അത് ഗുരുത്വാകർഷണ ബലമാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഒരു കാരണമുണ്ട് എന്ന് കൃത്യമായും ഈ സയന്റിഫിക് പ്രിൻസിപ്പിളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉള്ള അറിവിന്റെ ഒരു ശേഖരമാണ് സയൻസ്. സയൻസിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഓൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ. അതായത് എല്ലാ ശാസ്ത്രീയ തത്വങ്ങളും ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗുരുത്വാകർഷണ ബലം, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്നുള്ള ബലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ സയന്റിഫിക് പ്രിൻസിപ്പിൾസും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ്. സയൻസിന്റെ അടുത്ത സവിശേഷതയാണ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ഓൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ. എല്ലാ ശാസ്ത്രീയ തത്വങ്ങൾക്കും യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഏത് രാജ്യത്ത് കൊണ്ട് ഉപയോഗിച്ചാലും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയായിരിക്കും, മാറ്റം ഉണ്ടാകത്തില്ല. അമേരിക്കയിൽ ആപ്പിൾ വീണാലും, ഇന്ത്യയിൽ ആപ്പിൾ വീണാലും, നേപ്പാളിൽ ആപ്പിൾ വീണാലും, യൂറോപ്പിൽ ആപ്പിൾ വീണാലും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതിന് മാറ്റമില്ല. അതുകൊണ്ടാണ് സയന്റിഫിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സയൻസിന്റെ ഈ പ്രത്യേകതകൾ മാനേജ്മെന്റിനുണ്ടോ എന്ന് പരിശോധിക്കാം. സയൻസിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസിന് അറിവിന്റെ ഒരു ശേഖരമുണ്ട്. സയൻസ് പോലെ തന്നെ മാനേജ്മെന്റിനും അറിവിന്റെ ഒരു ശേഖരമുണ്ട്. മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയ പ്രിൻസിപ്പിൾസും തിയറീസും മാനേജ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയും. ആയതിനാൽ നമുക്ക് പറയാം സയൻസിന്റെ ഒന്നാമത്തെ സവിശേഷത മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് മാനേജ്മെന്റ് സയൻസ് ആണ്. സയൻസിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. എല്ലാ ശാസ്ത്രീയ തത്വങ്ങളും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടവയാണ്. ഇതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് ടെക്നിക്സും ഇത്തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യപ്പെട്ടവയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിലാണ്, എംപ്ലോയീസിലാണ്, അല്ലെങ്കിൽ മനുഷ്യരിലാണ്. മനുഷ്യരിൽ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ
ഓരോ വ്യക്തികളിലും അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. അതിനാൽ നമുക്ക് പറയാൻ കഴിയും മാനേജ്മെന്റ് സയൻസിന്റെ രണ്ടാമത്തെ സവിശേഷത പൂർണ്ണമായും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വ്യത്യസ്തമാണ്. ഇക്കാരണത്താൽ നമുക്ക് മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് ആണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റിനെ ഇൻഎക്സാക്ട് സയൻസ് എന്നോ സോഷ്യൽ സയൻസ് എന്നോ വിളിക്കാം. സയൻസിന്റെ മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിച്ചത് ഓൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. എല്ലാ ശാസ്ത്രീയ തത്വങ്ങൾക്കും യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്നാൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് ഈ യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല. കാരണം ഓരോ രാജ്യങ്ങളിലെയും സിറ്റുവേഷൻസ് വ്യത്യസ്തമാണ്, ഓരോ ഓർഗനൈസേഷനിലെയും സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ആയതിനാൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന മാനേജേഴ്സ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറയാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ്. നിങ്ങളത് പിന്നീട് പഠിക്കും. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു സമയം ഒരു കീഴുദ്യോഗസ്ഥൻ ഒരു മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് മാത്രം നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഒന്നിലധികം മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ലംഘനത്തിന് കാരണമാകും. പക്ഷെ ഈ ഒരു പ്രിൻസിപ്പിൾ എല്ലാ സമയത്തും ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഈ പറഞ്ഞ മേലുദ്യോഗസ്ഥന് ഈ പറഞ്ഞ കീഴുദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആ പ്രിൻസിപ്പിൾ മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഈ കാരണത്താലാണ് നമ്മൾ പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഇല്ല, ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അത് മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരുമെന്ന്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മാനേജ്മെന്റിന് സയൻസിന്റെ എല്ലാ സവിശേഷതയും ഇല്ല. ഒന്നാമത്തെ സവിശേഷത പൂർണ്ണമായിട്ടുണ്ട്, രണ്ടാമത്തെ സവിശേഷത ഭാഗികമായിട്ടുണ്ട്, മൂന്നാമത്തെ സവിശേഷത മാനേജ്മെന്റിന് ഇല്ല. ഇക്കാരണത്താൽ നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് അല്ല. പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഒരു ഇൻഎക്സാക്ട് സയൻസ് അഥവാ സോഷ്യൽ സയൻസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ? എന്താണ് പ്രൊഫഷൻ എന്നും പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും നമ്മൾ +1 പഠിച്ചിരുന്നു. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാം. പ്രൊഫഷൻ ഈസ് ആൻ ഒക്യുപ്പേഷൻ വിച്ച് ഇൻവോൾവ്സ് റെൻഡറിങ് ഓഫ് പേഴ്സണൽ സർവീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പെർട്ട് നേച്ചർ. അതായത് വ്യക്തിപരമായ വൈദഗ്ധ്യമുള്ള സേവനം നൽകുന്ന ഒരു തൊഴിലാണ് പ്രൊഫഷൻ. നമുക്കറിയാം ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെ നൽകുന്ന സേവനം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അത് വളരെ വൈദഗ്ധ്യമുള്ള സേവനമാണ് നൽകുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിദഗ്ധ സേവനം നൽകുന്ന വ്യക്തിപരമായ സേവനം നൽകുന്ന ഒരു ഉദ്യോഗമാണ് പ്രൊഫഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി ഈ പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ്. പ്രൊഫഷന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. നമ്മൾ എന്താണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ളത് നമ്മൾ സയൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം പ്രൊഫഷനും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഈ അറിവിന്റെ ശേഖരം അക്യൂർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷനിലൂടെയാണ്. നമുക്കറിയാം ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിജ്ഞാനം നേടിയെടുക്കുന്നത് ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലൂടെയും ലോയേഴ്സ് ഒക്കെ ആണെങ്കിൽ ലോ കോളേജുകളിൽ നിന്നുമാണ്. അപ്പൊ നമുക്ക് പറയാൻ കഴിയും പ്രൊഫഷന് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അത് ആ അറിവിന്റെ ശേഖരം ഓരോ പ്രൊഫഷണൽസിനും ലഭിക്കുന്നത് ഇൻസ്ട്രക്ഷനിലൂടെ, സ്കൂളിലെയും കോളേജുകളിലെയും ഇൻസ്ട്രക്ഷനിലൂടെയാണ്. പ്രൊഫഷന്റെ രണ്ടാമത്തെ ഫീച്ചർ റെസ്ട്രിക്റ്റഡ് എൻട്രി. എൻട്രി ടു എവറി പ്രൊഫഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ത്രൂ ആൻ എക്സാമിനേഷൻ. അതായത് എല്ലാവർക്കും പ്രൊഫഷണൽസ് ആകാൻ കഴിയില്ല. പ്രൊഫഷണൽ ആകണമെങ്കിൽ ഒരു എക്സാം പാസ്സാകണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സി എക്കാരനായി മാറണമെങ്കിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം ഫൗണ്ടേഷനും പിന്നീട് ഇന്ററും അവസാനം ഫൈനൽ എക്സാമുകളും പാസ്സാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വളരെ എളുപ്പം ഈസി ആയിട്ട് ഒരു പ്രൊഫഷണൽ ആകാൻ കഴിയില്ല. ഒരു പ്രൊഫഷണൽ ആകണമെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകൾ പാസ്സാകണം. അതുകൊണ്ട് പ്രൊഫഷനിലേക്കുള്ള എൻട്രി നിയന്ത്രിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള എക്സാമുകളിലൂടെ. പ്രൊഫഷന്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ അസോസിയേഷൻ. എല്ലാ പ്രൊഫഷണൽസും അവരുമായി ബന്ധപ്പെട്ട
പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വക്കീല് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ആ വക്കീല് ബാർ കൗൺസിൽ എന്ന് പറയുന്ന പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് ഡോക്ടേഴ്സും, അതുപോലെ തന്നെയാണ് CA-കാരും. അപ്പം നിർബന്ധമായിട്ടും അവരവർ റെപ്രസെന്റ് ചെയ്യുന്ന പ്രൊഫഷണൽ അസോസിയേഷനിലെ പ്രൊഫഷണൽസ് മെമ്പർ ആയിരിക്കണം. അപ്പോൾ എല്ലാ പ്രൊഫഷനും ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് കാണുന്നത്. അടുത്ത പ്രത്യേകത എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. അതായത് എല്ലാ പ്രൊഫഷണൽസും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രൊഫഷണൽ അസോസിയേഷൻ നൽകിയിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാണ്. പ്രൊഫഷണൽ അസോസിയേഷൻ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടേ അവർ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. പ്രൊഫഷന്റെ അവസാനത്തെ ഫീച്ചറാണ് സർവീസ് മോട്ടീവ്. എല്ലാ പ്രൊഫഷന്റെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സേവനം നൽകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ പ്രൊഫഷന്റെ ഈ ഫീച്ചേഴ്സ് മാനേജ്മെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. പ്രൊഫഷന്റെ ഒന്നാമത്തെ ഫീച്ചർ ആയിരുന്നു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. പ്രൊഫഷന്റെ ഈ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയുന്ന സവിശേഷത നമുക്ക് മാനേജ്മെന്റിൽ കാണാൻ കഴിയും. കാരണം മാനേജ്മെന്റിലും ഒരുപാട് എക്സ്പേർട്ടുകളുടെ പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട്. മാനേജ്മെന്റിനും മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള എഴുത്തുകളും പുസ്തകങ്ങളും ഉണ്ട്. ആ ഒരു നിലയ്ക്ക് നമുക്ക് പറയാം, പ്രൊഫഷന്റെ ഒന്നാമത്തെ സവിശേഷതയായ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രൊഫഷന്റെ രണ്ടാമത്തെ ഫീച്ചറാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. അതായത് ഒരു വ്യക്തി പ്രൊഫഷണലായി മാറണമെങ്കിൽ ആ വ്യക്തി ഒരു എക്സാം പാസ്സായിരിക്കണം. എല്ലാവർക്കും പ്രൊഫഷണൽസ് ആകാൻ കഴിയില്ല, അതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവുമില്ല. ആർക്ക് വേണമെങ്കിലും മാനേജറാകാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, MBA കഴിഞ്ഞാൽ മാത്രമല്ലേ ഒരാൾക്ക് മാനേജറാകാൻ കഴിയത്തുള്ളൂ? അതൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും മാനേജറാകാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, പ്രൊഫഷന്റെ രണ്ടാമത്തെ സവിശേഷത മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പ്രൊഫഷന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. എല്ലാ പ്രൊഫഷണൽസും അവരുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം. പക്ഷേ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ മാനേജേഴ്സ് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമില്ല. ഒരുപാട് പ്രൊഫഷണൽ അസോസിയേഷനുകൾ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അസോസിയേഷനുകളിൽ മെമ്പർ ആയിരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഇപ്പൊ AIMA, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ, ഒരു മാനേജ്മെന്റിന്റെ മേഖലയിലുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷനാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ, ഇത്തരത്തിലുള്ള അസോസിയേഷനിൽ എല്ലാ മാനേജേഴ്സും മെമ്പർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, പ്രൊഫഷന്റെ പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഫീച്ചറും മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അടുത്ത പ്രൊഫഷന്റെ നാലാമത്തെ ഫീച്ചർ ആയിരുന്നു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം. എല്ലാ പ്രൊഫഷണൽസിനും പ്രൊഫഷണൽ അസോസിയേഷൻ നൽകുന്ന പെരുമാറ്റച്ചട്ടം ഉണ്ട്. അത് അവർ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതാണ്. എന്നാൽ മാനേജേഴ്സ് ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാനേജേഴ്സിന് ഇത്തരത്തിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല. അതിനാൽ നമുക്ക് പറയാം, പ്രൊഫഷന്റെ നാലാമത്തെ ഫീച്ചറായ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സവിശേഷതയും മാനേജ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രൊഫഷന്റെ അവസാനത്തെ ഫീച്ചറാണ് സർവീസ് മോട്ടീവ്. എല്ലാ പ്രൊഫഷന്റെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സേവനം നൽകുക എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തി ഒരു മാനേജ്മെന്റിനും ഒരു ബിസിനസ് സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും സേവനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആ ഒരു നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയും, ഈ സർവീസ് മോട്ടീവ് എന്ന് പറയുന്ന പ്രൊഫഷന്റെ സവിശേഷത മാനേജ്മെന്റ് പാർഷ്യലി, ഭാഗികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം മാനേജ്മെന്റ് പ്രൊഫഷൻ ആണോ എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലായി, മാനേജ്മെന്റ് പ്രൊഫഷന്റെ എല്ലാ സവിശേഷതകളും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പ്രൊഫഷന്റെ എല്ലാ സവിശേഷതകളും മാനേജ്മെന്റിന് ഇല്ല. ചില സവിശേഷതകളുണ്ട്, ചിലത് പൂർണ്ണമായിട്ടുമില്ല, ചിലത് ഭാഗികമായിട്ടുണ്ട്. ആയതിനാൽ നമുക്ക് പറയാൻ പറ്റും, മാനേജ്മെന്റ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ. മാനേജ്മെന്റ് പൂർണ്ണമായിട്ടൊരു പ്രൊഫഷൻ അല്ല. ബട്ട് ഇറ്റ് ഈസ്
മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷനിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഒരു പ്രൊഫഷൻ അല്ല. അപ്പോൾ മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷൻ അല്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, കുറച്ചു നേരമായിട്ട് നമ്മൾ മാനേജ്മെന്റ് സ്വഭാവം, നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. മാനേജ്മെന്റിന് ആർട്ടിന്റെ എല്ലാ സവിശേഷതകളും ഉള്ളതിനാൽ മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്നും, സയൻസിന്റെ എല്ലാ സവിശേഷതകളും മാനേജ്മെന്റ് ഇല്ലാത്തതിനാൽ ഫിസിക്സ് പോലെ കെമിസ്ട്രി പോലെ മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് അല്ല, പിന്നെ സോഷ്യൽ സയൻസ് ആണെന്നും, മാനേജ്മെന്റിന് പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സും ഇല്ല, അതിനാൽ മാനേജ്മെന്റ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ അല്ല എന്നും കണ്ടു കഴിഞ്ഞു. മാനേജ്മെന്റുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.